ജേർണലിസം ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്, സാങ്കേതിക രചനയുടെ അടിസ്ഥാന പാഠങ്ങൾ എന്ന അധ്യായമാണ്. സാധാരണയായി നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഗം മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഒരുപക്ഷെ അധ്യാപകരോട് ചോദിക്കും, അല്ലെങ്കിൽ അത് കൃത്യമായി അറിയുന്നവരെ സമീപിക്കും, അല്ലേ? അധ്യാപകർ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നവർ നമ്മൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് കമ്പ്യൂട്ടറുമായിട്ടോ സാങ്കേതികവിദ്യയുമായിട്ടോ ബന്ധമുള്ള വിവരങ്ങളാണെങ്കിലോ നമ്മൾ സമീപിക്കുക സാങ്കേതികമായി വിജ്ഞാനമുള്ളവരെ ആയിരിക്കും. സാങ്കേതികമായി നമുക്ക് പരിജ്ഞാനം കുറവായതുകൊണ്ടാണല്ലോ നമ്മൾ സാങ്കേതിക വിദഗ്ധരെ സംശയ ദൂരീകരണത്തിനായി സമീപിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ സമീപിക്കുന്ന സാങ്കേതിക വിദഗ്ധർ വളരെ ലളിതമായി നമുക്ക് അറിയേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ടെക്നിക്കൽ റൈറ്റിംഗ് അല്ലെങ്കിൽ സാങ്കേതിക രചന എന്ന് പറയുന്നത്. സാങ്കേതികത എന്നാൽ നിരന്തരമായ പഠനത്തിലൂടെയോ പ്രയോഗത്തിലൂടെയോ നേടുന്ന അറിവാണ്. സാധാരണയായി വിദഗ്ധർക്കും നൈപുണ്യമുള്ളവർക്കും മാത്രമാണ് ഇത്തരത്തിൽ അറിവുകൾ ഉണ്ടാവുക. വൈദഗ്ധ്യമുള്ളവർ ഇത്തരം അറിവുകൾ ആവശ്യമുള്ള സാധാരണക്കാർക്ക് വേണ്ടി എഴുത്തിലൂടെയോ പറച്ചിലിലൂടെയോ പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് സാങ്കേതിക രചന എന്ന് പറയുന്നത്. അതായത് സങ്കീർണവും കഠിനവുമായ ആശയങ്ങളെയും വിവരങ്ങളെയും വിശകലനം ചെയ്ത് അവയുടെ യഥാർത്ഥ ആവശ്യക്കാർക്ക് മുന്നിൽ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് സാങ്കേതിക രചന. ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് dense and difficult information for easy comprehension of the potential users of such information. Thus, technical writing may be defined as writing technical information for the benefit of someone who does not have technical backgrounds. വളരെ ലളിതമായി പറഞ്ഞാൽ സാങ്കേതിക രചന ഒരു എഴുത്ത് രീതിയാണ്. ഇത് മറ്റ് എഴുത്ത് രീതിയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അതിൻ്റെ സാങ്കേതിക ഉള്ളടക്കം കൊണ്ടാണ്. വളരെ സങ്കീർണമായ സാങ്കേതിക വിവരങ്ങളെ വളരെ ലളിതമായി വ്യാഖ്യാനിക്കുകയും തർജ്ജിമ ചെയ്യുകയും ചെയ്ത സാങ്കേതിക വിദഗ്ധരായ എഴുത്തുകാരെ സാങ്കേതിക എഴുത്തുകാർ, സാങ്കേതിക രചയിതാവ് അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ സാങ്കേതികമായി പരിജ്ഞാനമില്ലാത്തവർ പോലും ധാരാളം സാങ്കേതിക വിദ്യകളടങ്ങിയ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഫലമായി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കുവാൻ വലിയ സാങ്കേതിക പരിജ്ഞാനം വേണമെന്നില്ല. എന്നാൽ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുമ്പോഴോ ആണ് നമ്മൾക്കത് നേരെയാക്കി അല്ലെങ്കിൽ അത് പുനഃപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായി വരുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് സാങ്കേതിക പരിജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. ടാർഗറ്റഡ് യൂസർ അല്ലെങ്കിൽ ഉദ്ദിഷ്ട ഉപഭോക്താക്കളുമായി സാങ്കേതിക രചയിതാവ് വ്യക്തമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇത്തരം ആശയവിനിമയത്തിൻ്റെ ലക്ഷ്യം ഉപഭോക്താക്കളിൽ മതിപ്പുളവാക്കുകയല്ല, മറിച്ച് തടസ്സങ്ങളില്ലാതെ സങ്കീർണമായ സാങ്കേതിക ആശയങ്ങൾ ആവശ്യക്കാർക്ക് ലളിതമായി നൽകുക എന്നതാണ്. സാങ്കേതിക വിദഗ്ധർക്കും അന്തിമ ഉപഭോക്താക്കൾക്കും ഇടയിലുള്ള വിടവ് കുറയ്ക്കുവാൻ സാങ്കേതിക രചനയ്ക്ക് കഴിയുന്നു. സാധാരണ ഉപയോക്താക്കൾക്ക് വേണ്ടി ഉന്നത സാങ്കേതിക വിവരങ്ങൾ ലളിതവും രസകരവും വായനാക്ഷമവുമായി അവതരിപ്പിക്കുന്ന ഔദ്യോഗിക ആശയവിനിമയ രീതിയാണിത്. ഇനി നമുക്ക് ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ ഇവല്യൂഷൻ, ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം. സാങ്കേതിക രചനയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്ന ക്രോ മാഗ്നൻ മനുഷ്യരാണ് ആദ്യത്തെ ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്ന് ചിലർ കണക്കാക്കുന്നുണ്ട്. അതേസമയം ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ കൃതികളെയാണ് മറ്റു ചിലർ
ആദ്യത്തെ സാങ്കേതിക രചനകളായി പരിഗണിക്കുന്നത്. ഇംഗ്ലീഷിലെ ആദ്യ സാങ്കേതിക രചയിതാവായി കണക്കാക്കുന്നത് ഇംഗ്ലീഷ് കവിതയുടെ പിതാവായ ജെഫ്രി ചോസറെയാണ്. ട്രീറ്റീസ് ഓൺ ദ ആസ്ട്രോ ലാബ് എന്ന ചോസറുടെ രചനയിൽ നാവിക ഉപകരണമായ ആസ്ട്രോ ലാബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോസർ വിവരിക്കുന്നുണ്ട്. കോപ്പർനിക്കസ്, ഹിപ്പോക്രാറ്റ്സ്, ഐസക് ന്യൂട്ടൺ, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയവർ തങ്ങളുടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. യുദ്ധകാലത്ത് സാങ്കേതിക രചന അഭൂതപൂർവമായി വളർന്നു. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സാങ്കേതിക രചന അംഗീകൃതമായ ഒരു തൊഴിലായി മാറുകയും ചെയ്തു. ലോകത്ത് ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ വളർച്ചയുടെ പ്രധാന ഘട്ടങ്ങൾ വർഷങ്ങളുടെ ക്രമത്തിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1949 ജോസഫ് ഡി ചാപ്ലിൻ ബിനാക് കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു യൂസർ മാനുവൽ തയ്യാറാക്കി. ആധുനിക ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ തുടക്കവും ഇതുതന്നെയായിരുന്നു. തുടർന്ന് 1951 ടെക്നിക്കൽ റൈറ്റേഴ്സിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യ പരസ്യം ദ ഹെൽപ്പ് വാണ്ടഡ് പ്രസിദ്ധപ്പെടുത്തി. 1952 യുണിവാക് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ജോസഫ് ഡി ചാപ്ലിൻ ആദ്യത്തെ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കി. 1960കളിൽ ഇലക്ട്രോൺസിൻ്റെയും എയറോനോട്ടിക്സിൻ്റെയും വളർച്ച ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെയും ടെക്നിക്കൽ റൈറ്റേഴ്സിൻ്റെയും സാധ്യതകളെ വർദ്ധിപ്പിച്ചു. പിന്നീട് 1971 ടെക്നിക്കൽ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചു. 1980കളിലാകട്ടെ US നിയമവിഭാഗം സാങ്കേതിക രചനയെ അംഗീകൃത തൊഴിലായി പ്രഖ്യാപിച്ചു. 1987 DTP അതായത് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് പ്രചാരത്തിൽ വന്നു. ഇത് ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ സാധ്യതകളെയും വർദ്ധിപ്പിച്ചു. തുടർന്ന് 2002 സർബൻസ് ഓക്സിലി ആക്ട് നടപ്പിലാക്കിയതോടെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും ധനകാര്യ റിപ്പോർട്ടുകൾ നിർബന്ധപൂർവം തയ്യാറാക്കേണ്ടി വന്നു. ഇതും ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റേഴ്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. നമ്മൾ ഇതുവരെ പറഞ്ഞത് ലോകത്തിൽ ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്, അതിൻ്റെ വർഷങ്ങളുടെ ക്രമത്തിൽ. ഇനി നമുക്ക് വിവിധ തരം ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വ്യവസായങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ്. കത്തുകൾ, മെമ്മോകൾ, റിപ്പോർട്ടുകൾ, ന്യൂസ് ലെറ്ററുകൾ, നിർദ്ദേശങ്ങൾ, പ്രയോഗ മാർഗരേഖകൾ, സാങ്കേതിക വിവരണങ്ങൾ തുടങ്ങിയവയെല്ലാം ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപേക്ഷ, വിവരണം, നിർദ്ദേശം, അറിയിപ്പ്, മാർഗനിർദ്ദേശം തുടങ്ങിയവയെല്ലാം ടെക്നിക്കൽ ഡോക്യുമെൻ്റായി നമുക്ക് ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള സാങ്കേതിക രേഖകൾ, ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവയിൽ ആദ്യത്തേതാണ് ലെറ്റേഴ്സ്, മെമ്മോസ് ആൻഡ് ഇമെയിൽ. കത്തുകൾ, മെമ്മോകൾ, ഈ സന്ദേശങ്ങൾ. വ്യക്തികൾ തമ്മിലോ ഔദ്യോഗിക വൃത്തങ്ങൾക്കിടയിലോ നടക്കുന്ന ആശയവിനിമയങ്ങൾക്ക് കത്തുകൾ ഉപയോഗിക്കാം. പെട്ടെന്നുള്ള ആശയവിനിമയമാണ് ഇവയുടെ ലക്ഷ്യം. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ കൃത്യമായി കത്തുകൾ വ്യക്തമാക്കുന്നു. ഉപയോഗത്തിനനുസരിച്ച് കത്തുകളെ നമുക്ക് പല രീതിയിൽ വിഭജിക്കാം. അങ്ങനെ വിഭജിക്കുന്ന കത്തുകളുടെ തരംതിരിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ക്രെഡിറ്റ് കത്തുകൾ. വായ്പകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനുമുള്ള കത്തുകളാണ് ക്രെഡിറ്റ് ലെറ്റർ. അടുത്തത് എൻക്വയറി ലെറ്റർ. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ നിലവിലെ അവസ്ഥ അറിയുവാനായി ഉപയോഗിക്കുന്ന കത്തുകളാണിവ. ഇനിയുള്ളത് ഓർഡർ ലെറ്റേഴ്സ്, അതായത് ഓർഡർ നൽകുന്നതിനുള്ള കത്തുകളാണിത്. ഇനി ക്ലെയിം ലെറ്റർ, ഒരു കാര്യം അന്വേഷിക്കുന്നതിനോ പരാതിപ്പെടുന്നതിനോ ഉപയോഗിക്കുന്ന കത്തുകളാണ് ക്ലെയിം ലെറ്റർ. അടുത്തത് സെയിൽസ് കത്തുകൾ. എന്തെങ്കിലും സേവനമോ ഉൽപ്പന്നമോ വിൽക്കാനായി നടത്തുന്ന കത്തുകളാണിവ. ഇനി കവർ കത്തുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിഷയ അവതരണത്തിനുള്ള കത്തുകളാണ് കവർ ലെറ്റർ. അടുത്തത് പ്രേരണാ കത്തുകൾ. ഏതെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ പ്രേരിപ്പിക്കുവാനോ ഉപയോഗിക്കുന്ന കത്തുകളാണ് പ്രേരണാ കത്തുകൾ. ഒരു തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്ന ഉന്നത നിലവാരത്തിലോ
താഴ്ന്ന നിലവാരത്തിലോ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമുള്ളവരോ ഇല്ലാത്തവരോ ആയ ആളുകളെയാണ് മെമ്മോകൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു സ്ഥാപനത്തിനുള്ളിൽ ആഭ്യന്തരമായി മാത്രമാണ് സാധാരണയായി മെമ്മോകൾ ഉപയോഗിക്കാറുള്ളത്. തൊഴിലാളികൾ, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, ഷെയർ ഉടമകൾ തുടങ്ങിയവരാണ് മെമ്മോകളുടെ പ്രേക്ഷകർ. കോർപ്പറേറ്റ് അന്തരീക്ഷത്തിലെ പുതിയ ആശയവിനിമയ ഉപാധിയാണ് ഇമെയിലുകൾ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ. ഇവ പതിവ് സന്ദേശങ്ങൾ ചുരുക്കിയും വളരെ പെട്ടെന്നും പ്രചരിപ്പിക്കുന്നു. കത്തുകളും മെമ്മോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇമെയിലുകൾക്ക് ഔപചാരികത കുറവായിരിക്കും. ലളിതമായ ഭാഷാശൈലിയും ചുരുക്കെഴുത്തുകളും സൗഹൃദപരമായ വാക്കുകളും ഇമെയിലുകളെ സ്ഥാപനത്തിന് അകത്തും പുറത്തുമുള്ളവരോട് സംവദിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് ടെക്നിക്കൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സാങ്കേതിക ലേഖനങ്ങൾ. ഒരു വിഷയത്തെക്കുറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വസ്തുതാപരമായ രചനകളാണ് ലേഖനങ്ങൾ. സാങ്കേതിക ലേഖനങ്ങൾ എന്നാൽ ഏതെങ്കിലും പ്രത്യേക സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നത്തെയോ കുറിച്ചുള്ള സൂക്ഷ്മവും വസ്തുതാപരവും പ്രസക്തവുമായ വിവരണങ്ങളാണ്. ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു തീരുമാനത്തിൽ എത്തുവാനും സാങ്കേതിക ലേഖനങ്ങൾ സഹായിക്കുന്നു. സ്ഥാപനങ്ങളിലെ ആശയവിനിമയത്തിന് ഏറ്റവും വിശ്വസനീയമായ സ്രോതസ്സുകളാണ് ഇവ. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും മാനേജ്മെൻറ്റിനും ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആവശ്യമാണ്. ഇൻഫോർമേറ്റീവ് റിപ്പോർട്ട്സ്, വിവര വിനിമയ ലേഖനങ്ങൾ, അനലിറ്റിക്കൽ റിപ്പോർട്ട്സ്, വിശകലന ലേഖനങ്ങൾ, പീരിയോഡിക് റിപ്പോർട്ട്സ്, കാലിക ലേഖനങ്ങൾ, സ്പെഷ്യൽ റിപ്പോർട്ട്സ്, സവിശേഷ ലേഖനങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. അടുത്തത് ടെക്നിക്കൽ പ്രപ്പോസൽസ്, സാങ്കേതിക പ്രമേയങ്ങളാണ്. സാങ്കേതിക പ്രശ്ന പരിഹാരങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന വസ്തുതകളുടെ ആശയവിനിമയമാണ് സാങ്കേതിക പ്രമേയങ്ങൾ. സമഗ്രമായ രൂപത്തിലാണ് ഇവ തയ്യാറാക്കുക. വിപുലമായ ലക്ഷ്യങ്ങളാണ് പ്രമേയങ്ങൾക്കുള്ളത്. പ്രശ്നപരിഹാരം, നടപടിക്രമങ്ങളിലുള്ള മാറ്റങ്ങൾ, ചോദ്യോത്തരം, ഉപദേശങ്ങളും പരിശീലനങ്ങളും ഗവേഷണങ്ങളും തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് പ്രമേയങ്ങൾ ഉപയോഗിക്കാറുള്ളത്. പ്രപ്പോസൽസ് രണ്ട് തരത്തിലുണ്ട്: വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതും ഗവേഷണ ആവശ്യങ്ങൾക്കുള്ളതും. ആദ്യത്തേത് സ്ഥാപനങ്ങളുടെ പതിവുകാർക്കോ ഉപയോക്താക്കൾക്കോ അയക്കുന്നതാണ്. ഗവേഷണ പ്രമേയങ്ങൾ പ്രൊഫസർമാർ, ഗവേഷകർ തുടങ്ങി അക്കാദമിക് മേഖലയിലെ വിദഗ്ധർ തയ്യാറാക്കുന്നവയാണ്. ഇനി റിസർച്ച് പേപ്പേഴ്സ്, ഗവേഷണ ഉപന്യാസങ്ങൾ, ഡെസർട്ടേഷൻ, തീസിസ്, പ്രബന്ധങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അറിവിൻ്റെ സവിശേഷ മേഖലകളിൽ നടത്തുന്ന ചിട്ടയായ അന്വേഷണമാണ് ഗവേഷണം. ഗവേഷണത്തിലെ ആദ്യ ഫലങ്ങളുടെ അവതരണമാണ് ഗവേഷണ ഉപന്യാസങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ്. സർവകലാശാല പഠനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും വിഷയത്തെപ്പറ്റി പഠനം നടത്തി അവതരിപ്പിക്കുന്നതാണ് ഡെസർട്ടേഷൻ. ഡെസർട്ടേഷനേക്കാൾ ദീർഘവും സങ്കീർണവുമാണ് പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ തീസിസ്. വർഷങ്ങൾ നീളുന്ന ഗവേഷണ പഠനങ്ങളുടെ ഫലമാണിത്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്. അന്തിമ ഉപയോക്താവിനെ ഒരു കൃത്യം ക്രമമായി പൂർത്തിയാക്കുവാൻ സഹായിക്കുന്ന വാണിജ്യ ആശയവിനിമയമാണ് നിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങൾ ശരിയായി പിന്തുടരുന്ന ഒരാൾക്ക് കൃത്യം വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു. തീരുമാനമെടുക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സഹായിക്കുന്ന വഴികാട്ടികളാണ് നിർദ്ദേശങ്ങൾ. ഇത് വാചികമോ ലിഖിതമോ ആകാം. നിർദ്ദേശങ്ങളിൽ സാധാരണ ആമുഖം, മുന്നറിയിപ്പുകൾ, മുൻകരുതലുകൾ, അപകട സാധ്യത അറിയിപ്പുകൾ എന്നിവ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് യൂസർ മാനുവൽ. ഒരു ഉൽപ്പന്നത്തോടൊപ്പം അവ ഉപയോഗിക്കുവാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളടങ്ങിയ ചെറിയ പുസ്തക രൂപത്തിലോ ലഘു രേഖയിലോ ഉള്ള നിർദ്ദേശങ്ങളാണ് യൂസർ മാനുവൽ. അടുത്ത ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സാങ്കേതിക വിവരണങ്ങൾ. ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും അന്തിമ ഉപഭോക്താവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് സാങ്കേതിക വിവരണങ്ങളുടെ ലക്ഷ്യം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് തൻ്റെ ജോലിയിൽ വിജയിക്കുവാൻ വേണ്ടുന്ന യോഗ്യതകൾ, ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. സാങ്കേതികമായ ആശയവിനിമയ പ്രക്രിയയിൽ
ഏർപ്പെടുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ റൈറ്റർ. ഒരു സമർത്ഥനായ ടെക്നിക്കൽ റൈറ്റർക്ക് തൻ്റെ ജോലിയിൽ വിജയിക്കണമെങ്കിൽ ചില സവിശേഷതകൾ ആവശ്യമാണ്. അവ എന്തൊക്കെയാണെന്ന് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തേതാണ് ഭാഷാ പ്രാവീണ്യം അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ്. ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് സാങ്കേതികമായ ആശയങ്ങൾ വളരെ പെട്ടെന്നും ചുരുക്കിയും വിനിമയം ചെയ്യുന്നതിന് നല്ല ഭാഷാ സ്വാധീനം ആവശ്യമാണ്. ഭാഷാ പ്രാവീണ്യം എന്നാൽ ആശയങ്ങൾ നിഷ്പ്രയാസവും വളരെ ലളിതവുമായി ചുരുക്കി പറയുവാനുള്ള കഴിവാണ്. എഴുതുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ വന്നാൽ അത് സ്ഥാപനത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും സൽപ്പേരിനെ സാരമായി ബാധിക്കും. ടെക്നിക്കൽ റൈറ്റർക്ക് ഇനി വേണ്ടുന്ന മറ്റൊരു സവിശേഷതയാണ് ക്വിക്ക് അഡാപ്ഷൻ ടു ഡിഫറെൻ്റ് റോൾസ്. വ്യത്യസ്ത റോളുകളിൽ പെട്ടെന്ന് ഇഴുകിച്ചേരുവാനുള്ള കഴിവാണ് ഇത്. അതായത് കോർപ്പറേറ്റ് സാഹചര്യങ്ങളിൽ ടെക്നിക്കൽ റൈറ്റർക്ക് ഒരേ സമയം പല കർത്തവ്യങ്ങളും ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരും. വിവരണം നടത്തുന്നവർ, എഴുത്തുകാർ, കോർപ്പറേറ്റ് ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നവർ, അധ്യാപകർ എന്നിങ്ങനെ പല ചുമതലകൾ അവർക്ക് ഒരേ സമയം സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളോടും സന്ദർഭങ്ങളോടും സ്വാഭാവികമായി ഇണങ്ങിച്ചേരുവാൻ ടെക്നിക്കൽ റൈറ്റർക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അയാളുടെ ജോലിയിൽ വിജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. അടുത്തത് ടെക്നിക്കൽ സ്കിൽസ്, സാങ്കേതിക കഴിവുകളാണ്. ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് സാങ്കേതിക മേഖലയിലെ പദാവലികൾ വളരെ പരിചിതമായിരിക്കണം. തന്നെയുമല്ല, സാങ്കേതികമായി നിരക്ഷരരായ അന്തിമ ഉപയോക്താക്കൾക്ക് ഇത്തരം പദങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും ടെക്നിക്കൽ റൈറ്റർക്ക് ഉണ്ടാവണം. ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് ഇനി വേണ്ടത് അപ്ലോഡിംഗ് ഓഫ് നോളജ്, അറിവ് പുതുക്കലാണ്. അതിവേഗം വളരുന്നതാണ് സാങ്കേതിക രംഗം. അതുകൊണ്ട് തന്നെ പുതിയ ഉപകരണങ്ങളും പദാവലികളും നിമിഷം തോറും ഉത്ഭവിക്കുന്നു. ഇങ്ങനെ സദാ വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയോടൊപ്പം ഒരു ടെക്നിക്കൽ റൈറ്ററുടെ അറിവുകളും വളർത്തുവാൻ കഴിയണം. അവരുടെ തൊഴിൽ രംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പുതിയ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുവാൻ തയ്യാറാകണം. അടുത്തത് ടീച്ചിങ് സ്കിൽസ്, അധ്യാപന പാടവമാണ്. ചിലപ്പോഴൊക്കെ ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനവും മെയിൻ്റനൻസുമൊക്കെ ഉപയോക്താക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. എഴുതുന്ന ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ റൈറ്റർക്ക് തൻ്റെ ജോലിയിൽ വിജയിക്കണമെങ്കിൽ അധ്യാപക പാടവം ആവശ്യമാണ്. അടുത്തത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, പരസ്പര ആശയ വിനിമയ പാടവമാണ്. ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് പലതരത്തിലുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരുന്നു. പ്രൊഫഷണലുകൾ, വിദ്യാസമ്പന്നർ, സാങ്കേതികമായി വിജ്ഞാനമുള്ളവർ, ഇല്ലാത്തവർ തുടങ്ങി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദഗ്ധരായ ടെക്നിക്കൽ റൈറ്റർക്ക് പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുവാനുള്ള ശേഷി നിർബന്ധമായും ഉണ്ടാവണം. അടുത്തത് വിമർശനങ്ങളോടുള്ള തുറന്ന സമീപനമാണ്, ഓപ്പൺ ടു ക്രിറ്റിസിസം. സാങ്കേതിക വിദഗ്ധരിൽ നിന്ന് ചിലപ്പോഴെങ്കിലും ടെക്നിക്കൽ റൈറ്റർക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും അവർക്ക് കഴിയണം. അതായത് മറ്റുള്ളവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സൃഷ്ടിപരമായ തിരുത്തലുകൾക്ക് സ്വയം തയ്യാറാകുവാനുള്ള ഒരു മനസ്സ് ടെക്നിക്കൽ റൈറ്റർക്ക് ഉണ്ടാവണം. അടുത്തത് പ്രൊഫഷണലിസമാണ്. ഒരു മികച്ച ടെക്നിക്കൽ റൈറ്റർ എപ്പോഴും തൻ്റെ സ്ഥാപനത്തിലെ വ്യാവസായിക ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും തൊഴിലിനോട് സ്നേഹമുള്ളയാളും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ക്ഷമയോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സഹപ്രവർത്തകരോടും മറ്റ് ഉപഭോക്താക്കളോടും വളരെ സ്നേഹമായി പെരുമാറുവാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്കൊരു ടെക്നിക്കൽ റൈറ്ററെ പരിചയപ്പെടാം. അങ്ങനെ ടെക്നിക്കൽ റൈറ്റിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Hi, I'm Radhika and I'm a technical writer with Sysdig, a San Francisco-based software security company. As a technical writer, my day-to-day job involves bridging the gap between technology and the people who consume the technology. As writers, we develop easy to find, easy to understand, and easy to use instructions to support consumers to use the technology.
to either solve a problem in their hand or improve their lifestyle. For example, a problem could be finding the ways to restore WhatsApp chat history. Improving lifestyle could be using Amazon Alexa to turn off the light in the room when you are away. To create instruction for such scenarios, technical writers are required to build product as well as domain expertise. If you're writing steps to restore WhatsApp chat history, you should try it first on both iOS and Android before writing about it. How do we build product expertise? By interviewing experts such as engineers, by doing your own research about the technology, by installing and using the product like a typical user would do. Therefore, a good chunk of our day would be spent on meeting with experts across the globe. Your communication, collaboration, planning, and networking skills will be handy in such situations. A picture is worth 1,000 words. In addition to writing, technical writers are also required to create graphics and illustration to supplement the text we write and to augment the meaning. As you see, technical writers play around with technology day and night. If you are someone who can enjoy learning technology and be able to write in simple and concise way in English, you can shine in technical writing. Any a typical day എങ്ങനെയെന്ന് നോക്കാം. Let me share my screen. So സ്ക്രീനിൽ കാണുന്നതാണ് GitHub. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ പങ്കാളികളാവുന്ന എൻജിനീയേഴ്സ്, പ്രൊഡക്റ്റ് മാനേജേഴ്സ്, ടെക്നിക്കൽ റൈറ്റേഴ്സ് ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. മറ്റ് പ്ലാറ്റ്ഫോംസും ഉണ്ട്, പക്ഷേ ഇത് വൺ ഓഫ് ദ പോപ്പുലർ വൺ. ഈ കാണുന്നതാണ് ഇഷ്യൂസ്. എനിക്ക് വരുന്ന റിക്വസ്റ്റ്, അതായത് ഫീച്ചർ ഡോക്യുമെൻറ്റേഷൻ റിക്വസ്റ്റ്, ഡോക്യുമെൻറ്റേഷൻ ബഗ്സ് ഒക്കെ ഇവിടെയാണ് കാണുന്നത്. ഞാനിപ്പം എൻ്റെ ഏരിയയിൽ വരുന്ന ടിക്കറ്റ്സ് എനിക്ക് അസൈൻ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ആയിരിക്കും നമുക്ക് ടിക്കറ്റ്സ് അസൈൻ ചെയ്യുന്നത്. ആ ടിക്കറ്റാണ് നമ്മുടെ വർക്കും ട്രാക്ക് ചെയ്യുന്നത്. ഇനി പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ പോലെയാണ്. നമ്മൾ എന്ത് കാര്യവും ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിയേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച് ക്വാളിറ്റി ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇതിൽ ചെക്ക് ഇൻ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വാളിറ്റി അഷുറൻസ് ഉള്ള രീതിയാണ് ഇത്. So I'll show you a simple, this is how we type in. It's very simple. You just come to the GitHub. You don't have to go anywhere. You type in and save and make the commit changes, check in, and നിങ്ങളെ റിവ്യൂവേഴ്സ് അസൈൻ ചെയ്താൽ അവർ റിവ്യൂ ചെയ്തിട്ട് എല്ലാം ശരിയാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് മാറ്റി എഴുതാൻ പറയും. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇന്റേൺഷിപ്പിനുള്ള സൗകര്യമുണ്ട്. ഗൂഗിൾ പോലുള്ള കമ്പനികൾ മീറ്റപ്സും കോൺഫറൻസും ഫ്രീ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ നിർവചനം, ഉത്ഭവം, വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകൾ, ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്നിവയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടാം. ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വിശദീകരിക്കുക. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഇൻ യുവർ നോട്ട്ബുക്ക് അബൌട്ട് ദ വേരിയസ് ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ ടെക്നിക്കൽ റൈറ്റർ. ഇന്നത്തെ പാഠഭാഗത്തെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും നിങ്ങളുടെ സ്കൂളിൽ രൂപീകരിച്ചിട്ടുള്ള നവ മാധ്യമ കൂട്ടായ്മയിൽ ഉന്നയിച്ച് ദൂരീകരിക്കുമല്ലോ. തൽക്കാലം നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം.